ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല രീതിയിൽ സ്നോ ഉണ്ട് കേട്ടോ. പുറത്ത് മെൽറ്റ് ചെയ്തൊന്നും പോയിട്ടില്ല. ഉണ്ടോ, നല്ല തണുപ്പുണ്ട്. ഫുള്ള് മൂടി കിടക്കുവാണേ, വെയിലൊന്നും അങ്ങനെ ഇല്ല. ഞങ്ങളിന്ന് പൊന്നിയരി വെച്ചാണ് ചോറുണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പൊന്നിയരി വാങ്ങിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ഞാനിവിടെ 2 കപ്പ് പൊന്നിയരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ വന്നാൽ മതി. അങ്ങനെയാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്ന റെസിപ്പി നോക്കിയപ്പോൾ കണ്ടത്. ഞാനിപ്പം കറിയായിട്ട് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം ഫ്രോസൺ ചെമ്മീനാണ്, നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. എൻ്റെ കയ്യിൽ കുറച്ചുകൾ, അപ്പോൾ അത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു തേങ്ങാപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങാപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ പെരിഞ്ചീരകം, ഒരു കഷ്ണം ഉള്ളി, ഇത്രയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പം എൻ്റെ രീതിയിലാണ് ഞാനിപ്പം കറി ഉണ്ടാക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയതിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവേ. ഇവിടെ പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ആഡ് ചെയ്യണം. അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ ഒരു ചെമ്മീനും ആഡ് ചെയ്ത് കൊടുത്തു. ഒരു കഷ്ണം കുടംപുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആയിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെക്കാം. ഇതിപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. ചോറ് റെഡി ആയിട്ടുണ്ടേ, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ചെമ്മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. കറിയും നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കുറച്ച് ടൈം മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ അടുത്തുള്ളൊരു പാർക്കിൽ വന്നതാണേ. കണ്ടോ, ഇത് ഫുള്ള് സ്നോ ആയിട്ട് കിടക്കുവാണ് കേട്ടോ. എൻ്റെ മോള് ഇവിടെ കളിക്കുവാണ്. നമ്മുടെ ഫ്രണ്ടിന്റെ മോളും ഉണ്ട്. ഇട്ടപ്പൊന്നെ പോയി അവിടെ ഉണ്ട്. നല്ല തണുപ്പാണ് കേട്ടാ. ഇവര് സ്നോബോൾ ഉണ്ടാക്കി കളിക്കുവാണേ. പരസ്യം കാണിച്ചു തന്നെ സ്നോബോള്. ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടി വലുതാക്കുവാണ് സ്നോബോള്. ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് പാർക്കിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കുട്ടികളൊക്കെ കാണും ഇവിടെ കളിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയാണ് സ്നോബോൾ ആക്കുന്നത്. അപ്പൊ അവൾ ഇത്രയും ആക്കിയിട്ടുണ്ട്. ടയർഡായ പാറു? എന്റെ മോള് ഇവിടെ ഉരുട്ടുന്നുണ്ട്. സ്നോമാൻ ഉണ്ടാക്കാം. ഉണ്ട്, തണുക്കുന്നുണ്ട്. പിടിക്ക്, ഉമ്മ ഉണ്ടാക്കാം. നമ്മളിപ്പോ ഒരു സ്നോമാൻ ഉണ്ടാക്കാൻ പോവാണേ. അപ്പൊ നമ്മുടെ സ്നോമാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല? അപ്പൊ ഞാനിപ്പം ഗ്ലൗസ് ഇല്ലാതെയാണ് സ്നോബോൾ ഉണ്ടാക്കിയത്. എന്റെ കൈ ഫുള്ള് റെഡ് ആയിട്ടുണ്ട്, നല്ല വേദനയുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.